ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين عليها وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും രഹസ്യ പരസ്യ ജീവിതത്തിൽ നേടിയെടുക്കാൻ അധ്വാനിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും മഹനീയമായ നാളുകൾ, അവസാന നാളുകളിൽ അള്ളാഹു ധിക്കാരികളും പാപികളുമായവർക്കല്ലാതെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുകയില്ല. ധിക്കാരികളെയും അതോടൊപ്പം പാപികളെയും അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റും. ബാക്കി എല്ലാ ആളുകളെയും അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൽ പ്രവേശിക്കും. റസൂലുള്ള പറഞ്ഞത്, നളറല്ലാഹു ഇലൈഹിം ഫി ഹാദിഹിൽ ലൈല, ഈ അവസാനത്തെ രാവുകളിൽ അള്ളാഹു പ്രത്യേകം വിശ്വാസികളെ കടാക്ഷിക്കും സ്നേഹത്തോടെ. എന്നാൽ ഫഅഫഅൻഹും, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യും. ഓഫറലഹും, അവർക്ക് പുറത്തും കൊടുക്കും. ഇല്ല അർബഅത്തൻ, 4 വിഭാഗം ആളുകൾക്കൊഴികെ. ഈ ലൈലത്തുൽ ഖദറിൻ്റെ രാവുകളിലും 4 വിഭാഗം ആളുകൾക്ക് അല്ലാഹു വിട്ടുവീഴ്ചയും ചെയ്യൂല, പുറത്തു കൊടുക്കൂല. ഏറ്റവും മഹനീയമായ ആളുകൾ ആരാണ്? ഈ തെമ്മാടികളും ധിക്കാരികളും എന്നാണ് റസൂല പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഫഖുൽന, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, മൻഹും, അവരാരാണ് റസൂലെ ഈ 4 വിഭാഗം ആളുകൾ? ഒരിക്കലും അള്ളാഹു പൊറുക്കപ്പെടാത്ത, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വിധേയരാകാത്ത 4 വിഭാഗം ആളുകൾ ആരാണ്? സഹാബത്ത് ചോദിച്ചു. റസൂല പറഞ്ഞു, 1 റജുലുൻ മുദ്മിനു ഖംർ, നിരന്തരമായി മദ്യപിക്കുന്നതാണ്. 1-2 പ്രാവശ്യം മദ്യപിച്ച ആ പാപത്തിൽ നിന്ന് തൗബ ചെയ്തവരെ കുറിച്ചല്ല, നിരന്തരമായി മദ്യപിക്കുന്നതാണ്. അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരാണ്. ഒരു നിലക്കും അള്ളാഹു അവർക്ക് ഒരു ദാക്ഷിണ്യവും നൽകുകയില്ല. 2-ാമത്തെ ആള് വആഖു ലിവാൽദൈഹി, മാതാപിതാക്കളെ മാനസികമായോ ശാരീരികമായോ മറ്റേതെങ്കിലും നിലക്ക് അവരെ വേദനിപ്പിച്ചവർ, അവർക്ക് അള്ളാഹു മാപ്പില്ല. പരിശുദ്ധ റമദാൻ്റെ ബഹുമാനപ്പെട്ട ദിനരാത്രങ്ങളിൽ പോലും മാപ്പ് ലഭ്യമാകാത്ത ആളുകളാണ് നമ്മൾ. മദ്യപാനികളല്ല, പക്ഷേ പലപ്പോഴും നമുക്ക് 2ാമത് പറഞ്ഞത് ഉണ്ടാവും, അല്ലേ? മാതാപിതാക്കളെ വേദനിപ്പിക്കൽ, അത് മിക്കവാറും പെണ്ണിട്ടതിൻ്റെ ശേഷം ഉണ്ടാകുക. പെണ്ണിട്ടിന് വരെ ഉമ്മയും ബാപ്പയാണ് വലുത്. പെണ്ണിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഭാര്യൻ്റെ വാക്കുകൾ കേട്ട് സ്വന്തം ഉമ്മാനെയും ബാപ്പാനെയും പലപ്പോഴും വേദനിപ്പിക്കും. വേദനിപ്പിക്കാൻ ചില വാക്കുകൾ മതി. ആ വാക്കുകൾ പലപ്പോഴും നമ്മുടെ ഭാര്യയിൽ നിന്ന് കടമെടുത്തായിരിക്കും, അല്ലെങ്കിൽ അവർ പറഞ്ഞ് പ്രേരിപ്പിച്ചതാവും. ഏത് നിലക്കായിരുന്നാലും അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിന്നും കടാക്ഷത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ മാപ്പിൽ നിന്നും ഒക്കെ അകറ്റപ്പെട്ട ആളുകളാണ് എന്ന് ബോധ്യപ്പെടുക. പരിശുദ്ധ റമദാനിൽ നാം വ്രതമനുഷ്ഠിച്ച് ഉപാസനയുമായി കഴിഞ്ഞ് വിശുദ്ധരിൽ വിശുദ്ധരാവാൻ വേണ്ടി അധ്വാനിക്കുകയാണ്. പക്ഷെ ആ വിശുദ്ധിയിൽ നിന്ന് അകറ്റപ്പെട്ട 4 വിഭാഗം, അതിലൊന്ന് നമ്മൾ പറഞ്ഞത്, 1-ാമത്തെ വിഭാഗം ആളാരാ? മുദ്മിനു ഖംർ, അല്ലേ? മദ്യപാനി. അതിൽ നമ്മളേതല്ല, മിക്കവാറും നമ്മൾ ഉണ്ടാവില്ല. വല്ലപ്പോഴും ചിലപ്പോൾ പെരുന്നാളിനൊക്കെ കുടിച്ചോളുണ്ടാവും, അങ്ങനെ പെട്ടുപോയിട്ട്, അല്ലേ? ചിലവർ 30 ദിവസത്തെ നോമ്പ് വെച്ചിട്ട് പെരുന്നാളിൻ്റെ അന്ന് അതെല്ലാം നാറാണത്ത് ഭ്രാന്തൻ്റെമായി തകർക്കുന്ന ആളുകളുണ്ട്, അല്ലേ? ഇപ്പം പടച്ച തമ്പുരാനെ റമദാൻ വന്നു കഴിഞ്ഞാൽ റബ്ബെ എന്തൊരു തക്വയാണ്, എന്തൊരു ഖിയാമുല്ലൈലിയാണ്, എന്തൊരു തഹജ്ജുദാണ്, അല്ലേ? തറാവീനും ഖിയാമുല്ലൈലിക്കും ഒക്കെ നിറഞ്ഞ ആളുകളാണ്. റമദാൻ അങ്ങോട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ പോയി.
എന്താ അതിൻ്റെ അർത്ഥം? ഓല അള്ളാനെ പറ്റിക്കാൻ വന്നോല. ഓല വിചാരം റമദാനിന് മാത്രം ഖിയാമുൽ തറാവിയുന്ന മരണം വരെ ഉണ്ട് കൂട്ടരെ. അല്ലാണ്ട് നിങ്ങൾക്ക് റമദാനിന് മാത്രം അള്ളാനെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങുന്ന പരിപാടിയല്ല. റമദാനിന് നമ്മൾ ഒന്നുകൂടി ഉഷാറാക്കുകയാണ്. അല്ലാണ്ട് റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഇതില്ല എന്നല്ല. റമദാനിൽ പള്ളിയിൽ തറാവി ജമാഅത്തായി നടക്കുന്നു. അതിന് പകരം നമുക്ക് നമ്മുടെ വീടുകളിൽ ജമാഅത്തായി നിർവഹിക്കാം, ഒറ്റയ്ക്ക് നിർവഹിക്കാം. ഖിയാമുൽ ലൈൽ ഒഴിവാക്കാൻ പാടില്ല കേട്ടോ. ഏതാട്ടെ, അത് ഞാൻ പ്രത്യേകമായി പറഞ്ഞു എന്നുള്ളൂ. ഈ ആരംഭ ശൂരത്വം റമദാനിൽ മാത്രം കാണിക്കുന്ന ആളുകൾ അള്ളാഹുവിനെ വഞ്ചിക്കുകയാണ്. മാത്രവുമല്ല, കൂടെ നടക്കുന്ന വിശ്വാസികളെയും വഞ്ചിക്കുകയാണ്. അത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു, അവർ വിശ്വാസികളെയും അള്ളാഹുവിനെയും വഞ്ചിക്കുന്നവരാണ്. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അവർ അവരെ തന്നെ അല്ലാതെ വഞ്ചിക്കുന്നില്ല. പക്ഷെ വമാ യശ്ഉറൂന, അവർക്ക് ബോധം വരില്ല. ഞങ്ങൾ അള്ളാഹിനെയും വിശ്വാസികളെയും വഞ്ചിക്കുകയാണ്, അവർക്ക് ബോധം വരില്ല. ആ അറിവ് അവർക്ക് ലഭ്യമാവില്ല. അവർ റമദാനിന് ഇങ്ങോട്ട് വരും. ബലാക്കിൻ്റെ സംശയമാണ്. അതാ രസം. നമ്മളൊന്നും കെടുക്കാൻ വയ്ക്കൂല. മൗലവി തഹജ്ജുദ് നിസ്കരിച്ചവർക്ക് ഖിയാമുൽ ലൈൽ ഉണ്ടോ? ഖിയാമുൽ ലൈൽ ഉള്ളവർക്ക് തറാവി ഉണ്ടോ? ഇത് ഞാൻ ആദ്യത്തെ ഖുത്ബയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. തറാവീഹ് നമസ്കാരം സമ്പൂർണ്ണമായി ഇമാമും ജമാഅത്തായി നിർവഹിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. കൃത്യമായി പറഞ്ഞതാണ്. ആ ഹദീസ് ഞാൻ വ്യക്തമാക്കിയതാണ്. പിന്നെയും ചോദ്യമാണ്, വെറുതെ ചോദിക്കന്നെ. ചിലപ്പോൾ ചോദിക്കണമെന്ന് എന്നെ വഞ്ചിക്കാനായിരിക്കും. മൂപ്പര് വലിയ ഖിയാമുൽ ലൈലിൻ്റെ തഹജ്ജുദിൻ്റെ ആളാണെന്ന് ഞാൻ ധരിക്കാൻ വേണ്ടിയിട്ടും ആവാം. ഞാൻ ആരാന്നും കൂടി ശ്രദ്ധിക്കില്ല, അത് വേറെ വിഷയം. ഏതോട്ടെ. അപ്പം എന്തായിരുന്നാലും അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്, ഒന്ന് മദ്യപാനി, അവൻ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യവുമില്ല, പൊറുക്കലുമില്ല, വിട്ടുവീഴ്ചയുമില്ല. രണ്ട്, മാതാപിതാക്കളെ വേദനിപ്പിച്ചവർ. രണ്ടാമത്തേൽ മിക്കവാറും ആളുകൾ 90% ആളുകളും ദേഷ്യം പിടിച്ചിട്ടെങ്കിലും ഉമ്മാൻ്റെ നേരെ ബാപ്പാൻ്റെ നേരെ കൈ ഓങ്ങിയിട്ടുണ്ടാവാം. കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല, അതവർക്ക് വേദന വരും. ചിലരെന്താ പറയില്ല അറിയോ? തൻ്റെ മകൻ തന്നോളോളം വലിപ്പം വെച്ചാൽ, നീളം വെച്ചാൽ ഓനെ പിന്നെ നിങ്ങളെന്ന് വിളിക്കണം. അത് ഇസ്ലാമിൻ്റെ ശാസ്ത്രമല്ല കേട്ടോ. മോനെ നിങ്ങൾ അറിയും ബഹുമാനിക്കുന്നു. നിങ്ങളെന്നോ എന്തുവേണമെങ്കിലും വിളിച്ചോളി, പക്ഷേ ഓൻ്റെ കൈ നിങ്ങളുടെ നേരെ വരാൻ പാടില്ല. ഓനെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നൊരു കാലം വരിക എന്ന് പറഞ്ഞാൽ ആ അത്തരം മകനെ ഒരിക്കലും അള്ളാഹു മാപ്പ് കൊടുക്കൂല കേട്ടോ. സൂക്ഷിച്ചോളി. ഇനി മൂന്നാമത്തെ ആള് വഖാത്യു റഹം, രക്തബന്ധം മുറിക്കുക. ഏട്ടനും അഞ്ചൻ തമ്മിലുള്ള ബന്ധം മുറിക്കുക, ഏട്ടത്തിയും അഞ്ചൻ തമ്മിലുള്ള ബന്ധങ്ങൾ മുറിക്കുക. രക്തബന്ധം, ഒരേ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവർ പരസ്പരം ബന്ധം മുറിച്ച് ജീവിച്ചാലും അള്ളാഹു ഈ ലൈലത്തുൽ ഖദറിൻ്റെ ഖൈറിൽ നിന്ന് അള്ളാഹു ഒഴിവാക്കും കേട്ടോ. അപ്പം ഇനി എന്താ വേണ്ട? ഇതിന് അത്തരം ആളുകൾ അത്തരം തെറ്റ് ചെയ്തതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു നമ്മളെയും ഈ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യരാവുകളിലും കടാക്ഷത്തിലും അള്ളാഹുവിൻ്റെ വീക്ഷണത്തിലും നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തും. നാലാമത്തെ ആള് മുഷാഹിൻ, വളരെ സ്നേഹത്തോടു കൂടി കഴിയുന്ന സുഹൃത്തുക്കളായ ആളുകൾക്ക് പാര വെക്കുന്നവൻ. അത് വലിയ പാപ. സുഹൃത്തുക്കളായിരിക്കും, പക്ഷെ തൻ്റെ കിട്ടിയ അപ്പം പാര വെക്കും. വാക്കുകൊണ്ടെങ്കിലും ഇപ്പോൾ ഞാനൊരാളെ പറ്റി ചോദിച്ചു, അയാളെങ്ങനെ, നിങ്ങളെ അഭിപ്രായം എന്താ? ഉപ്പൻ്റെ സുഹൃത്തായിരിക്കും, അതുകൊണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാകും. എൻ്റെ സുഹൃത്തൊക്കെയാണ്, പക്ഷെ വിശ്വസിക്കാൻ കൊള്ളൂല. ഈ ചിലപ്പോൾ അത് ഉള്ളതാണെങ്കിൽ ഓക്കെ, ഇല്ലാത്തതാണെങ്കിൽ എൻ്റെ റമളാൻ്റെ ലൈലത്തുൽ ഖദർ കഴിഞ്ഞു, എനിക്ക് എൻ്റെ പണിക്ക് പോകാം കേട്ടോ. 4 വിഭാഗം വരാം. ഇപ്പം ഏതൊക്കെ പറഞ്ഞത്? ഏതിലെല്ലാം ഞാനും നിങ്ങൾ പെടും നോക്കിയാൽ മതി കേട്ടോ. ആവട്ടെ. നമ്മൾ ഈ സമയത്ത് റബ്ബിനോട് എന്താ പ്രാർത്ഥിക്കുക? ഈ പുണ്യരാവുകളിൽ രാവും പകലും ഒഴിവ് കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചോളൂ. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലേ? എല്ലാവർക്കും വരുന്ന പ്രാർത്ഥന. പക്ഷെ അത് ചുണ്ടുകളിൽ വരണം. അതിനെന്ത് വേണം? കൽബിൽ നിറയണം. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നു. മാപ്പ് നൽകാത്ത 4 ആളെ പറഞ്ഞു അല്ലേ? നീ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഫഅഫു അന്നി, പഠിച്ചോനെ എനിക്ക് മാപ്പ് കൊണ്ട പഠിച്ചോനെ എന്നാ പറയുന്നത്. ഈ 4 വിഭാഗം ആളുകൾ ആ പ്രാർത്ഥന നടത്തണ്ട. ആദ്യം അതിന് ഒയ്യുക, എന്നിട്ട് ദ്വാരക്കുക കേട്ടോ. ആ തെറ്റിൽ നിന്ന് ഒഴിവാക്കുക, എന്നിട്ട് കൊണ്ട് ദ്വാരക്കുക. ആവട്ടെ. ഏതായിരുന്നാലും നമ്മൾ വിട പറയുമ്പോൾ, ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും ശുദ്ധിയാവണം. ബാഹ്യശുദ്ധിയും ആന്തരിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഉണ്ടാവണം. ഇപ്പം നമ്മൾ ഏതെല്ലാം നിലക്കുള്ള ശുദ്ധിയിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പം
പല ആൾ ഇന്നിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു സഹോദരൻ യാത്രയായി. ഇന്ന് രാവിലെ ഒരു സഹോദരൻ യാത്രയായി. വല്ലാത്ത അത്ഭുതമാണ്. ഇന്നലെ ഏതൊരു നോമ്പുറക്ക് പിന്നാലെ കൂടെ പങ്കെടുത്ത ആളാണ്. നോമ്പുറേ പങ്കെടുത്തു. ഇന്ന് രാവിലെ ഞാൻ ഈ സമയത്ത് ആ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തു. വല്ലാത്ത അള്ളാൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ അത്രയും മനുഷ്യൻ്റെ ജീവിതത്തിന് നിലവാരമുള്ളൂ. എന്തെല്ലാം നേടിയാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും അതുകൊണ്ട് വിശുദ്ധി എല്ലാ അർത്ഥത്തിലും നേടിയെടുക്കുക. ഇനിയിപ്പം നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിശുദ്ധി സാമ്പത്തിക വിശുദ്ധിയാണ്. ഇപ്പം നമ്മൾ നമസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും അതുപോലെ പല സൽക്കർമ്മങ്ങൾ കൊണ്ടും വിശുദ്ധരായി നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ സക്കാത്ത് കൊടുത്തോ എന്ന് പരിശോധിക്കണം കേട്ടോ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു 27 സ്ഥലങ്ങളിൽ അഖീമു സലാത്ത് നമസ്കാരം നിലനിർത്തണം, വആത്തു സക്കാത്ത് സക്കാത്ത് കൊടുക്കണം എന്ന ശൈലിയിൽ 27 സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ട്, അതായത് നിസ്കാരം നോമ്പ് ഒന്നിച്ച്. നിസ്കാരം അള്ളാഹ്ക്കുള്ളതാണ്, സക്കാത്തോ അത് ജനങ്ങൾക്കുള്ള. അപ്പം ജനങ്ങളുള്ള ബാധ്യതയും മനുഷ്യരുള്ള ബാധ്യതയും ഒന്നിച്ചാണ് അള്ളാഹു 27 സ്ഥലങ്ങളിൽ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം സക്കാത്ത് കൊടുത്തേ പറ്റൂ, കൊടുക്കുന്നിടത്ത് വീഴ്ച വരാൻ പാടില്ല. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാത്ത ആളുകളുടെ അവസ്ഥ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. അള്ളാഹു അവൻ്റെ ഔദാര്യം അള്ളാഹു നൽകുന്നതാ. നമുക്ക് ചില ആളുകൾക്ക് കൊടുക്കും, ചില ആൾക്ക് കൊടുക്കൂല. അള്ളാഹ് പറഞ്ഞു, നഹ്നു ഖസംനാ ബൈനഹും, സമ്പത്ത് നാമാണ് വീതിക്കുന്നത്, അള്ളാഹാണ് വീതിക്കുന്നത്. ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കൂല അല്ലേ. അപ്പോൾ എന്താ വേണ്ടത്? അല്ലാഹ് ആത്തുഹും മിൻ മാലില്ലാഹില്ലദീ ആതാക്കും, നിങ്ങൾക്ക് ഞാൻ നൽകിയ സമ്പത്തിൽ നിങ്ങൾ ചെലവാക്കണം അല്ലാഹ് പറയാ സൂറത്തുൻ നൂറിൽ. അപ്പോൾ എല്ലായിടത്തും നിങ്ങൾ ഓതാറില്ലേ, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കണം. എത്രയാണ് സക്കാത്ത് കൊടുക്കാൻ? ഇപ്പം മിക്കവാറും ഈ ഇരിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ സക്കാത്ത് വാങ്ങാനായിട്ട് നടക്കുക. സക്കാത്ത് കൊടുക്കാനുള്ള ഒരു താല്പര്യവും നമുക്കുണ്ടാവാറില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ നിയമപ്രകാരം സക്കാത്ത് കൊടുക്കാൻ ഒരാൾക്ക് ബാധ്യത ഉണ്ടാവാൻ എത്ര മതി അറിയോ? നമ്മളുടെ ചെലവ് കഴിച്ച് ഒരു വർഷം നമ്മൾ ജീവിച്ചു, എന്നിട്ട് നമ്മളുടെ കയ്യിൽ ഒരു 100 രൂപ ബാക്കിയായ 200 റുപ്യ സക്കാത്ത് കൊടുക്കണം. അത് 200 ആണെങ്കിൽ 5 ആയി അല്ലേ. 1000 റുപ്യ ഉണ്ടെങ്കിലോ എന്താ കൊടുക്കണ്ടു? 25 റുപ്യ. 25 റുപ്യ കൊടുക്കണം അല്ലേ. 1 ലക്ഷത്തിനാണെങ്കിലോ അയാൾ എത്ര കൊടുത്താൽ മതി? 2500 അല്ലേ. ഇനി 1 കോടിക്കാണെങ്കിലോ 2.5 ലക്ഷം. ഇവിടെ കോടികളുടെ ആസ്തിയുള്ള ആൾക്കാരുണ്ട്, പള്ളിയിലുണ്ട്. ഓലൊക്കെ ഒന്ന് കൂട്ടി നോക്കട്ടെ. ഈ കേരളത്തിൽ പട്ടിണിയും പരിവട്ടവുമുള്ള ദീനുള്ള ആൾക്കാരുണ്ടാവില്ല. ദീനില്ലാത്ത ആൾക്കാർ നമ്മൾ പറയാം. ദീനുള്ള ആൾക്കാർക്ക് ഒരു പട്ടിണിയും പരിവട്ടവും പൈതാഹവും സങ്കടവും ഒന്നും ഉണ്ടാവില്ല. കാരണം 500 കോടിയൊക്കെ ഉള്ള ആളുകൾ, 500ഓളം ആളുകളുണ്ട്. 500 കോടി ആസ്തിയുള്ള 500ഓളം ആളുകൾ കേരളത്തിലുണ്ട്. അവരെത്ര കൊടുക്കണം? 1 കോടിക്ക് 2.5 ലക്ഷം കൊടുത്തില്ലേ? ബാക്കി എത്ര ഉണ്ട്? 97 ലക്ഷം. അത് ഓൻ്റെതാ. നമ്മളെ കയ്യിൽ 1 ലക്ഷം റുപ്യ ഉണ്ട്. നമ്മളെത്ര കൊടുക്കേണ്ടത്? 2500. ബാക്കി ആരാ? നമ്മളതാ. ഈ 2500 കൂടി നിങ്ങൾ തിന്നാലോ, ഓൻ്റെ മുതൽ കൂടി നിങ്ങൾ തിന്നാലോ, ഹറാമായ മുതലാണ്. നിങ്ങളെ മുതലാണ്, പക്ഷെ നിങ്ങൾ കൊടുക്കാതിരുന്ന ഹറാമായ മുതലാണ് കേട്ടോ. എല്ലാവരും വാങ്ങാനുള്ള പരിപാടിയിലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എന്ത് സക്കാത്ത് കൊടുക്കേണ്ടത് ആരാന്നറിയങ്ങൾ? ലാ സദക്കത്ത ഇല്ലാ ലഹിരി ഗിനൻ, നമ്മളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് മിച്ചം വരുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞോലെ സക്കാത്ത് കൊടുക്കണ്ടോ. അടിസ്ഥാന ആവശ്യം ഏതൊക്കെ? വീട്, സക്കാത്തില്ല. ഒരു വീട് നമുക്കുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട. അതിന് നമുക്കൊരു വാഹനമുണ്ട്, കൊടുക്കേണ്ട സക്കാത്ത് കേട്ടോ. അത് അത്യാവശ്യങ്ങളാണ്. നമ്മൾ വാഹനത്തിന് കൊടുക്കണ്ട, നമ്മളുടെ വീടിന് കൊടുക്കണ്ട. അതെല്ലാം കഴിഞ്ഞു നമ്മളുടെ ഒരു കൊല്ലത്തെ ചെലവ് കഴിച്ചു, ഇനിയും ബാക്കിയാണ് അല്ലേ. ഇന്ത്യങ്ങളോ കയ്യിലല്ലേ? ഓൻ സക്കാത്ത് കൊടുക്കണം. പാര കൊടുക്കേണ്ടത്? ഈ ഇരിക്കുന്നതിൽ ഒരൊറ്റൊന്നും ഉണ്ടാവില്ല ബാക്കി കൊടുക്കാനില്ലാത്ത. പക്ഷെ എല്ലാവരും എനിക്കില്ലയോ എന്നാ പറഞ്ഞത്. ആകെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ലാ ഇല്ലാന്നുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടെന്ന് അറിയാനാ. പക്ഷെ എല്ലാവരും കൈ നീട്ടാനാണ് ഇഷ്ടം. അതൊക്കെ കൊടുക്കാം. ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കാര്യപ്രകാരം സക്കാത്ത് കൊടുക്കാതെ, ഈ പറഞ്ഞ പ്രകാരം സക്കാത്ത് കൊടുക്കാതിരുന്ന അതിന് പിശുക്ക് കാണിച്ചാൽ എന്താ അറിയോ? വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂൻ ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു നൽകിയ ഔദാര്യത്തിൽ നിന്ന് എന്ത് ചെയ്തു? പിശുക്ക് കാണിച്ചവർ. അവർ വിചാരിക്കണ്ട എന്ത്
ആ പിശുക്ക് ഇതൊന്നും കൊടുക്കാതെ പിശുക്ക് കാണിച്ചവർ വിചാരിക്കരുത്. എന്താ വിചാരിക്കേണ്ടത്? അവർക്ക് ഖൈറുല്ലഹും, അതവർക്ക് ഗുണമാണെന്ന്. ബൽ ഹുവ ശർറുല്ലഹും, അതവർക്ക് വമ്പൻ നാശമാണ് പരലോകത്ത്. സയുത്തവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ, അവർ സക്കാത്ത് കൊടുക്കാതെ പിശുക്കിയ സമ്പത്ത് അവരുടെ കഴുത്തിൽ അല്ലാഹു നാളെ നരകത്തിൽ വെച്ച് അഗ്നിയാൽ ഉണ്ടാകുന്ന കഴുത്തിന് പ്രത്യേകതരം വളയം കൊണ്ട് അല്ലാഹു ഒരു ചങ്ങലയിടും. ഇവിടുന്ന് സക്കാത്ത് കൊടുക്കാത്തല്ലേ? നമ്മളെടുത്ത് 1000 ഉറുപ്പ്യൻ്റെ എത്ര കൊടുക്കണം? ആകെ 1000 ഉറുപ്പ്യ ഇല്ലാത്തോല ആരാ? അപ്പൊ കൊടുക്കണ്ടേ? 1000 ഉറുപ്പ്യ ഇല്ലാത്തോല ആരാ? ഞാൻ കണ്ടില്ല. ഈ വയല് പറഞ്ഞാൽ കൊടുക്കണ്ടേ? ഈ ഹുത്തുപാടത്തിനും കൊടുക്കണ്ടേ? ഏത് മൊയ്ലിയരാ കൊടുക്കല്? മൊയ്ലിയർക്ക് അണ്ണാച്ചിൻ്റെ കൈക്കോട്ട് പോലെയെന്ന് അറിയാം. അണ്ണാച്ചിൻ്റെ കൈക്കോട്ട് എപ്പോഴും അകത്തേക്കാ മാടുക അല്ലേ? ഓല കൈക്കോട്ട് ഇങ്ങനെ അല്ലേ? ഓൽക്ക് നേരെ അങ്ങോട്ട് മുന്നോട്ട് വായിടാൻ കഴിയില്ല, ഒക്കെ നടയിൽക്ക് മാന്താനേ കഴിയും. നിങ്ങൾ നോക്കേണ്ടി ഉസ്താദന്മാർ ഞാനടക്കമുള്ള ആളുകൾ അണ്ണാച്ചിൻ്റെ കൈക്കോട്ട് പോലെ കൊടുക്കൂല. വാങ്ങാൻ പല വയലും പറയും. അപ്പം ആളുകൾക്ക് ഇങ്ങനെ ആയപ്പോൾ തന്നെ അല്ലോ ഓലൊക്കെ സക്കാത്ത് ഓല് കൊടുക്കില്ലല്ലോ, വെറും വയലല്ലേ ഉള്ളൂ അല്ലേ? ആയത്തും ഹദീസും ഓതിയിട്ട്. അപ്പം നമുക്കെന്ത് വരും? ഇസ്ലാമിനോട് തന്നെ ഒരു പുച്ഛം തോന്നും. ഇവരൊക്കെ പഠിച്ച ആൾക്കാരല്ലേ, ഓലല്ലേ ചെയ്യേണ്ടത്? 100 ഉറുപ്പ്യ ബാക്കി 2.5 കൊടുത്തൂടെ? എന്താ കൊടുക്കണേ? പിശുക്ക് കാണിച്ചാൽ അള്ളാന്റെ റസൂൽ പറയാം, മൻ അത്താഹു മാലൻ, ആർക്കെങ്കിലും അള്ളാഹു പണം കൊടുത്തു, ഫലം യു അദ്ദി സക്കാത്തഹു, അവൻ സക്കാത്ത് കൊടുക്കാണ്ട് മരിച്ചു, എന്നാലോ മുസ്ലിലഹു മാലുഹു, അവന്റെ ധനം പ്രത്യക്ഷപ്പെടും പരലോകത്ത്. ഷുജാൻ അക്രലഹു ദബീബാൻ, 2 തേറ്റകളുള്ള ഉഗ്ര സർപ്പമായിട്ട്, അതും യുത്തവ്യക്കു, അവന്റെ കഴുത്തിൽ ചുറ്റും. ഈ സക്കാത്ത് കൊടുക്കാത്ത പോലെ ബമ്പൻ സർപ്പമായിട്ട്. അപ്പൊ 100 ഉറുപ്പ്യക്ക് 2.5 ഉറുപ്പ്യ കൊടുക്കാത്തവന്റെ കഴുത്തിലും ഉണ്ടാവുന്നത് കേട്ടോ. എല്ലാവരും എന്താ അറിയോ, സക്കാത്ത് അറിയുമ്പോഴേക്കും വലിയ വലിയ മുതലാളിമാരെ മുഖത്തേക്ക് നോക്കുക. തൊട്ടടുത്തുള്ളവന് നല്ല ശമ്പളമുണ്ട്. ഇപ്പൊ 1 ലക്ഷം ഉറുപ്പ്യൊക്കെ ശമ്പളം ഇല്ലാത്തവരാരാ? മക്കൾ ഗൾഫിലാ, ഓൽക്കുണ്ട് 2-3 ലക്ഷം. എല്ലാത്തിനും ഞാൻ പറയാം, വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. നോമ്പ് നോൽക്കാനും അത്താഴത്തിന് എണീക്കാനും പഴങ്കൊഴിച്ച് ചോറ് കഴിക്കാനും ഒക്കെ ഉഷാറാ. അള്ളാന്റെ കൽപ്പനകൾ നിസ്കരിക്കാൻ നല്ല ഉഷാറാ. തഹജ്ജുദിന് ഭയങ്കര ഹരാ, ഖിയാമുല്ലൈലിക്ക് ഭയങ്കര ഹരാ. ഈത്തിക്കാഫിനാണെങ്കിലും എല്ലാവരും പുറയൊന്നും ഭക്ഷണം കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി തിന്ന് വർത്താനം പറഞ്ഞു ഈത്തിഫക്കാഫ് കഴിഞ്ഞ് പോകുമ്പോൾ നല്ല തടിയനാവും. നല്ല തടിയൻ. പല പുരയിലത്തെ ഫുഡാണ്. ഇവിടെ വർത്താനം പറയാമെന്നല്ല, ഈത്തിക്കാഫ് പറഞ്ഞാൽ നിങ്ങൾക്ക് വർത്താനം പറയാമെന്നുള്ളതല്ല, ദിക്റുകളിലും ദുആയിലും കഴിയാനാ. അതിൻ്റെ കൂടെ നിങ്ങളുടെ സക്കാത്തിൻ്റെ ഇത് കൊടുക്കാഞ്ഞാലോ ഈ സാമ്പത്തിക വിശുദ്ധി നേടാതെ വ്രതത്തിന്റെ വിശുദ്ധി അല്ലാഹു അനുവദിക്കൂല കേട്ടോ, മറക്കണ്ട. ഇപ്പൊ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ, അതാണ് ഞാൻ ഇപ്പൊ പറയുന്നത്, എല്ലാവരും സമ്പത്തിന്റെയും നിസാബ് തികയുക റമദാൻ ആയിക്കോളുന്നില്ല. പക്ഷെ നമ്മൾ കൊടുത്തു വരുന്നത് റമദാൻ ആണെക്കൊണ്ടാ പറഞ്ഞത്. നമ്മൾ കൊടുക്കുന്നത് എന്താന്ന് റമദാൻ കൊടുക്കാൻ കാരണം റമദാനിന് കൂടുതൽ പ്രതിഫലമുണ്ടല്ലോ എന്ന് കേൾക്കാൻ. അപ്പൊ അതുകൊണ്ട് റമദാൻ ഇപ്പൊ അടുത്ത റമദാൻ, കഴിഞ്ഞ റമദാൻ തൊട്ട് ഈ റമദാൻ വരെ എന്തെല്ലാം സ്വത്തിൽ നിസാബ് തേഞ്ഞു ശ്രദ്ധിക്കണം. അതിനൊക്കെ വെക്കാതെ കൊടുക്കണം. കൊടുത്തില്ലല്ലോ ഉഗ്ര സർപ്പമായി കഴുത്തിൽ തൂങ്ങും കേട്ടോ. എന്നിട്ടോ അതെന്ത് ചെയ്യും? നമ്മളെ കൊത്തും ആ സർപ്പം. പരലോകത്ത് വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്തെ എന്നിട്ട് പറയാ, ആ കൊത്തുമ്പോ ആ പാമ്പ് പറയുമത്രേ, അന മാലുക്ക, ഞാനാണ് നിന്റെ ധനം. സക്കാത്ത് കൊടുക്കാതെ പിശുക്കിയ നീ വലിയ വിളവനായി ജീവിച്ചില്ലേ, അതാണ് ഞാൻ. അന മാലുക്ക വാന കെൻസുക്ക, നിന്റെ നിധികുംബം ഞാനാണെന്ന് പറഞ്ഞ് കൊത്തും. ധാരാ പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്, വാങ്ങാനല്ല കേട്ടോ. വാങ്ങേണ്ട അർഹതപ്പെട്ടവർ വായിക്കോളി. വാങ്ങിയവനും കൊടുക്കണം, വാങ്ങിയവനും കൊടുക്കാണ്ടാവും. അങ്ങനെ അതാ ഇസ്ലാം. ആരത്താപ്പ 200 ഉറുപ്പ്യ ബാക്കിയാൽ 5 ഉറുപ്പ്യ കൊടുത്തൂടെ? 200 ബാക്കിയാൽ ഒരു കൊല്ലത്തിൽ 200 ഉറുപ്പ്യ ബാക്കിയാൽ 5 ഉറുപ്പ്യ കൊടുത്തൂടെ? ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടൂടെ? അപ്പോൾ നമുക്ക് നോക്കാം, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. ഇനിയോ ഒരു കാര്യം കൂടി പറയാം. ഒരു നിലക്കും വഞ്ചിച്ച മുതൽ അതിന് സക്കാത്ത് കൊടുത്താൽ അത് വിശുദ്ധാവില്ല കേട്ടോ. നിങ്ങൾ പറ്റിച്ച മുതലാച്ചോളി. പലരെയും വഞ്ചിച്ച് കച്ചവടം ചെയ്തിട്ടെ, നമുക്ക് പല കച്ചവടത്തിലും വഞ്ചിച്ച കച്ചവടം ചെയ്തതിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ റിയൽ എസ്റ്റേറ്റൊക്കെ പറഞ്ഞാൽ ഭയങ്കര വഞ്ചന അല്ലേ? എന്താ പറയുക, തലേ കിട്ടുന്നു
അങ്ങനെ പരിപാടിയില്ലേ? ഇന്ന് ടൈമിലൊക്കെ മൂപ്പര് കോടികൾ ഉണ്ടാക്കി 2, 3, 4 മൊബൈലും കൈ പിടിച്ച് നടക്കുക. ആര്? ബ്രോക്കർ തന്നെ. ഓൻ തന്നെ വലിയ പൈസക്കാരനാണ് കേട്ടോ. ഞാൻ ബ്രോക്കർമാരെ കുറ്റപ്പെടുത്തിയല്ല. ബ്രോക്കർമാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങിയ ദേശങ്ങൾ വർത്താനം പറഞ്ഞോളി ഇല്ല. പക്ഷെ എന്തായിരുന്നാലും ഇവലൊക്കെ കൈമിൽ പൈസ ഉണ്ട്, ഇവരിട്ടൊന്നും കൊടുക്കലുമില്ല. അപ്പോൾ എന്താ പറയുക, നമ്മൾ കൊടുക്കലുമില്ല വാങ്ങലുമില്ല. അനക്ക് കൊടുക്കാനുണ്ടല്ലോ, ഈ കൊടുക്ക്. ചിലവരൊക്കെ പലജാതി എന്തൊക്കെ പറഞ്ഞാൽ പറ്റിക്കുക അറിയോ? കല്യാണത്തിൻ്റെ ബ്രോക്കർമാരുണ്ട്. തത്തമ്മ പോലത്തെ കുട്ടിയാണ് പെണ്ണിനെ പറ്റി പറയുന്ന. തത്തമ്മ കുട്ടി പോലത്തെ പെണ്ണാണ്, ദീൻ്റെ ഉണ്ടയാണ്. മനസ്സിലായോ? ഓളമ്മയും ബാപ്പിന്ന് പറഞ്ഞാൽ അത്ര രണ്ടാളും ആജിയമാരാണ്. ചെറുപ്പത്തിൽ എന്നെ മക്കത്ത് പഠിപ്പിച്ചതാണ്. പലജാതി വീട്ടിലേറ്റാണ് വരിക അല്ലേ? കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു ദീനുമില്ല, ഒന്നുമില്ല, പൂർണ്ണമായും ഭൗതികം. അപ്പം ഉണ്ടാകുന്ന സങ്കടമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു തീരുമാനം, ആ ബ്രോക്കറൊന്ന് കൈ കിട്ടിയാൽ സക്കാത്ത് കൊടുക്കുകയില്ല. അവനക്ക് സദക്കും സക്കാത്തും കൊടുക്കാൻ തോന്നും അല്ലേ? എന്തെല്ലാം പറഞ്ഞാൽ പറ്റിക്കുക അറിയോ? ഇങ്ങനെ വഞ്ചിച്ച മുതൽ റസൂലുള്ള പറയാണ്, ലാ സദക്കത്ത, സദക്ക കൊടുക്കേണ്ടതില്ല, ഇല്ലാൻ ലഹരികിനൻ, സാമ്പത്തികമായിട്ട് അവനവന്റെ അത്യാവശ്യത്തിന് ചെലവ് കഴിച്ച് ബാക്കിയുള്ളല്ലാതെ കൊടുക്കണ്ട. ലാ യഖ്ബലുല്ലാഹു സദക്കത്തൻ മിൻ ഉലൂൽ, വഞ്ചിച്ചെടുത്ത മുതലിന്റെ സക്കാത്ത് അല്ലാഹു സ്വീകരിക്കൂല. അങ്ങനെ വഞ്ചിച്ചെടുത്ത മുതലിന്റെ ഇപ്പം ചിലവരൊക്കെ ഇല്ലേ കുറേ പൈസ പറ്റിച്ചെടുക്കുക എന്നൊരു ഉംറക്ക് നോക്കാം. ഏത്? കുടുംബത്തിലുള്ള പലരുടെയും സ്വത്ത്, അഞ്ചന്മാരും ഏട്ടന്മാരും പെങ്ങന്മാരും ഒക്കെ സ്വത്ത് അപഹരിച്ചുണ്ടാക്കിയിട്ട് അത് വിറ്റിട്ട് പൈസ മൂപ്പരും ഭാര്യയും മക്കളും എല്ലാം കൂടി ഉംറക്കുക. ലാ യഖ്ബലുള്ള, അല്ലാഹു സ്വീകരിക്കൂല. അപ്പം അതെല്ലാം കൂടി കേട്ട് നോക്കുമ്പോൾ പോയോലും ഉണ്ടാവും, ഇതിൽ ഇനി പോകാൻ നിൽക്കുന്നവരും ഉണ്ടാവും. ഇനി റമളാൻ കഴിഞ്ഞിട്ട് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോകണം അതും വിചാരിക്കുന്നുണ്ടാവും. വഞ്ചിച്ച മുതലേറ്റ് പോയാൽ നടക്കൂല കേട്ടോ. ഇനിയോ എല്ലാ നിലക്കും സാമ്പത്തിക വിശുദ്ധി മാത്രം പോരാ, സാമ്പത്തികമായിട്ടുള്ള തകരാറ് നിങ്ങൾക്ക് വന്നാൽ ഇടങ്ങറായി പോകും. ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സക്കാത്ത് കൊടുക്കണമില്ല തന്നെ വാങ്ങാൻ. നമുക്ക് നോക്കാരാന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ് സൂറത്ത് തൗബയിൽ, ഇന്നമസ് സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. സാധാരണ വെള്ളിയാഴ്ച മറ്റ് പള്ളികളിൽ, ഈ ആദർശമില്ലാത്ത പള്ളിയിൽ പോയാൽ അങ്ങ് കേൾക്കുന്ന നബാത്തിയ ഖുത്ബയിൽ കേൾക്കാം, ഇന്നമസ് സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. ഖുർആനിലെ ആയത്തത് കേട്ടോ. എന്തായാലും അർത്ഥം, സദക്ക കൊടുക്കേണ്ടത് ലിൽ ഫുഖറാ, ദരിദ്രന്മാർക്കാണ്. ഇനി കൊടുക്കേണ്ടവരെ പറ്റി പറയാം. നിങ്ങൾ കൊടുക്കേണ്ടത് ആർക്കാ? ലിൽ ഫുഖറാ, ദരിദ്രന്മാർക്ക്. ആരാ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ? ഫുഖറ എന്ന് പറഞ്ഞാൽ ആരാ? ഓലെല്ലാവരെയും അറിയിക്കും കഴിവില്ല, പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. അതാണ് ഫക്കീർ. ഒറ്റവാക്കിൽ അറിയാം. ഒരു ഖുത്ബയിൽ അത്രേ പറയാൻ കഴിയുള്ളൂ. ഫക്കീർ എന്നൊരു ഖുത്ബ നടത്തണം. എന്താ ആരാണ്? റസൂലുള്ള ഒരുപാട് വിശദീകരിച്ച കാര്യമാണ്. എന്തായാലും ഞാൻ ഒറ്റവാക്ക് പറയുകയാണ്, എല്ലാവർക്കും അറിയാം അവൻ ഫക്കീറാണ്. പക്ഷെ ചിലവരെ കണ്ടാൽ ഫക്കീറാന്ന് അറിയില്ല അല്ലേ? അവരാണ് മസാക്കീൻ, മിസ്കീൻ. ഓന് നല്ല ഉഷാറിലാണ് നടക്കുക, കണ്ടാൽ ഭയങ്കര ഉഷാറിലാണ്. ഓനക്ക് വാഹനം ഉണ്ടാവും, വീടുണ്ടാവും, നല്ല നല്ല ഡ്രസ്സ് ഉണ്ടാവും, വാച്ചൊക്കെ കെട്ടിയിട്ടാണ് നടക്കുക. പട്ടിണി എടുത്താണ് നടക്കുന്നുണ്ട്, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. എന്നാലും ഒരാളോട് പറയില്ല. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഭാര്യ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്, അതൊന്നും പറയില്ല, മിംസിലാണെന്ന് പറയാം. ഓനൊരു മിസ്കീനാണ്. അപ്പം ഫക്കീറും മിസ്കീനും തമ്മിൽ നിന്നുള്ള വ്യത്യാസം, ഫക്കീർ പറഞ്ഞാൽ ഇല്ലല്ല പാട്ട് പാടുന്നോല്, ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നടക്കുക. മിസ്കീനോ എത്ര കട്ടപ്പെട്ടാലും ആരെയും അറിയിക്കാത്തോല്. അപ്പം രണ്ടു കൂട്ടർക്കായി. ആർക്കാ കൊടുക്കേണ്ടത് സക്കാത്ത്? സക്കാത്ത് എന്ന വാക്ക് ഖുർആനിൽ സദക്ക എന്ന് ഉപയോഗിച്ചു, അതാണ് ഇവിടെ ഉപയോഗിച്ച്. സക്കാത്ത് എന്ന അർത്ഥം കിട്ടാൻ ഖുർആൻ ഉപയോഗിച്ചത് സദക്കാനാണ്. നിങ്ങൾ വിചാരം സദക്ക എന്നാ? അല്ല, അത് സക്കാത്താണ്. ഹുദ് മിൻ അംവാലിഹിം സദക്കത്തെന്ന് ഖുർആൻ അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്ന് വാങ്ങണം. സക്കാത്ത് കൊടുക്കാനുള്ള മുതൽ വാങ്ങണം. എന്നിട്ട് സുമ്മ തുറദ്ദൂന അലാ ഫുഖറാഇഹിം, പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യണം. അതാ വേണ്ടത്. അതാണ് ഇസ്ലാമിലെ സക്കാത്ത്. അതിന് പല സംവിധാനങ്ങളുണ്ട്. അതിന് ഇസ്ലാമിക ഭരണം ഉണ്ടാവണം. ഇനി ഇസ്ലാമിക ഭരണം ഇല്ലാത്തടത്തോ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അതിനുള്ള സംവിധാനങ്ങളാണ് സക്കാത്ത് സെല്ല്. അപ്പോൾ സക്കാത്ത് സെല്ലിലൂടെ കൊടുക്കാൻ. ചിലർ സക്കാത്ത് സെല്ല് കൊടുക്കുമ്പോൾ എന്താ പറയുക, സക്കാത്ത് സെല്ല് നമ്മൾ കൊടുത്താൽ നമ്മൾ കൊടുക്കേണ്ട നമ്മളെ കുടുംബക്കാർക്കൊന്നും കൊടുക്കാൻ കഴിയാതെ. നിങ്ങളെ കുടുംബക്കാർക്ക് നിങ്ങളിപ്പോൾ എത്ര ഇവിടെ കൊടുത്തത്? സക്കാത്ത് സെല്ലിൽ 100 റുപ്യുള്ള 2.5 കൊടുത്തുള്ളൂ, ബാക്കി 96 കൈമല്ലേ. ആ 96 കൊടുത്തുകൂടെ നിങ്ങളെ കുടുംബത്തിന്? അതും എന്താക്കണം, സക്കാത്തിൽ തന്നെ കൊടുക്കണം. ഈ 2.5 തന്നെ. എന്തിനാ 96 ബാക്കിയില്ല? ഏറെ കൊടുത്താൽ 90 ഇരുത്തോ?
2.5 സക്കാത്ത് കൊടുത്താൽ, സക്കാത്ത് കൊടുത്താൽ ചിലവ് എന്താ പറയുമോ, ഓലിഷ്ടപ്പെട്ട ആളുകൾക്കാണ് കൊടുക്കുക. പല ന്യായവും പറയും. ഇതൊക്കെ പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. ഇത് ഇങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ സംഘടിപ്പിച്ചതാണ്. അത് അള്ളാന്റെ ഖുർആൻ അനുസരിച്ച് നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞത്, ഒന്ന് കൊടുക്കേണ്ടത് ആർക്കൊക്കെയാണ്? ഒന്ന് ഫക്കീറിന് കണ്ടെത്തി കൊടുക്കണം. സക്കാത്ത് സെല്ലിൻ്റെ ആളുകൾ ശ്രദ്ധിക്കുക. ഓല് പൈസ വാങ്ങിയാൽ പോരാ, ആർക്കാ കൊടുക്കേണ്ടത് നോക്കണം. ഇന്നമ സദഖാത്തുൽ ഫുഖറാഇ വൽ മസാകീൻ, പിന്നാരാ വൽ ആമിലീന അലൈഹ. ഉണ്ടോ? അൽ ആമിലീന അലൈഹ, അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ. അതാരാ? സക്കാത്ത് ശേഖരിക്കുക, സക്കാത്ത് വിതരണം ചെയ്യുക, അതിനുവേണ്ടി അധ്വാനിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു ഓഹരി. ഉണ്ടോ? അങ്ങനെ വൽ ആമിലീന അലൈഹ, അവർക്ക് സക്കാത്ത് കൊടുക്കുക. അവർ ചിലപ്പം കഷ്ടപ്പെടുന്നവരാവാൻ അറിയിക്കൂല. ഓല് എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നവരായിരിക്കും. സക്കാത്ത് ശേഖരിക്കുക, ഓരോരുത്തരുടെയും മുതൽ കണ്ടെത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക? അത് വാങ്ങുക, അത് വിതരണം ചെയ്യുക, ആ പണി എടുക്കണമെങ്കിൽ അത് ഖുർആൻ പറഞ്ഞതാണ്. വൽ ആമിലീന അലൈഹ. പിന്നെ വൽ മുഅല്ലഫത്ത് ഖുലൂബ്. മുഅല്ലഫത്ത് ഖുലൂബ് പറഞ്ഞാൽ ആരാ? ഇസ്ലാമിനോട് മനസ്സാകർഷിക്കപ്പെട്ടവർ. 2 തരക്കാരുണ്ട്. ഒന്ന്, ഇസ്ലാമിനോട് മനസ്സാകർഷിക്കപ്പെടുകയും അവർ മുസ്ലിം ആവുകയും ചെയ്തു. എന്നിട്ട് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. ഓൾക്ക് സക്കാത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും അവരെ പുനരധിവസിപ്പിക്കുന്ന രൂപത്തിൽ അവരെ മാറ്റിയെടുക്കുകയും വേണം. അവർ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ പേരിൽ കഷ്ടപ്പെടാൻ പാടില്ല. അതാണ് മുഅല്ലഫത്ത് ഖുലൂബ്. ഇനി ഒരു കാര്യം കൂടി പറയാം. സക്കാത്ത് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ 8 വലിയവർക്കൊക്കെ ഓരോ ഉറുപ്പിക കൊടുക്കുന്നതല്ല കേട്ടോ. അതല്ല സക്കാത്ത്, അത് ചക്കാത്താ. അത് ഇസ്ലാമിലുള്ളതല്ല. അതൊക്കെ പഴയ കാലത്തെ ആളുകൾ കൊടുത്തിരുന്ന. അതൊക്കെ നിങ്ങൾ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ വരുമല്ലോ. നമ്മൾ 4 ആള്, നമ്മൾ 5 ആള് എന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ വരുമല്ലോ പറഞ്ഞിട്ടിട്ട്, അല്ലേ? നമ്മൾ 5 ആള് ഓൽക്ക് കൊടുത്തോളി. പക്ഷെ ഇസ്ലാമിൻ്റെ സക്കാത്ത് ഓൽക്കുള്ളതല്ല. അത് ഓൽ തണ്ടാനായി നടക്കുന്നവരാണ്. അവർ യാചകരാണ്. അവർക്ക് നിങ്ങൾ ആ നിലക്ക് കൊടുത്തോളി. പക്ഷെ സക്കാത്തിൻ്റെ മുതൽ അങ്ങനെ കൊടുത്താൽ പറ്റില്ല. സക്കാത്തിൻ്റെ മുതൽ ഒരാൾ ഒരു പ്രാവശ്യം വാങ്ങിയാൽ അടുത്ത വർഷം അയാൾ കൊടുക്കാനാവണം. ആ രൂപത്തിൽ അയാൾ എന്താക്കണം? പുനരുദ്ധരിപ്പിക്കണം. അല്ലാണ്ട് നിങ്ങളൊരു എന്താ ഒരു അയാൾ കച്ചവടം ചെയ്യാൻ, ഒരു ചെറിയ കച്ചവടമാണ്, ആ കച്ചവടം വെച്ചു കൊടുക്കണം. അതിൻ്റെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മളുണ്ടാവണം. എന്നിട്ട് അയാൾ അടുത്ത പ്രാവശ്യം നമുക്ക് 100 ബാക്കിയാക്കി 2.5 ഉറുപ്പിക 10 ആണെങ്കിൽ 10 ഉറുപ്പിക നോട്ടെ. അതാ വേണ്ടത്. അതാണ് ഇസ്ലാമിൻ്റെ സക്കാത്ത് കേട്ടോ. അപ്പം പ്രശ്നത്തിൻ്റെ സമ്പൂർണ്ണമായ പരിഹാരമാണ്. അല്ലാണ്ട് ഓല് നമ്മളോട് നിന്ന് 50 ഉറുപ്പിക വാങ്ങി അപ്പം തന്നെ റേഷനും അരിയൊക്കെ വാങ്ങി നല്ലൊരു അയക്കോ അരി വാങ്ങി ഒരു 50 നമ്മൾ കൊടുത്തത് 5000 ഉറുപ്പിക. ആ 5000 കൊണ്ട് അവന് ഒരു അയക്കോറ 1 കിലോന് അവും വാങ്ങി, 2 കിലോ മറ്റേ നെയ്ച്ചോറിൻ്റെ അരിയും വാങ്ങി, ആർക്കേൻ്റെ ഒരു കുപ്പിയും വാങ്ങി ഞാൻ പോയി. ആ പൈസ തീർന്നു. മൂപ്പര് പിറ്റേന്ന് രാവിലെ എല്ലാവരും കൂടിയും ആ 5000 തീർത്ത്. ഇതല്ല, അതൊന്നും സക്കാത്തല്ല. നിങ്ങൾ സക്കാത്തിൻ്റെ പരിധിയിലേക്ക്, അതാണ് വൽ ആമിലീന അലൈഹ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കൊരു ഓഹരി. തീർന്നില്ല. പിന്നെ വൽ മുഅല്ലഫത്ത് ഖുലൂബും, മനസ്സ് ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടവർ. ഒന്ന് ഓൽക്കൊന്നു കൊടുക്കുക. 2, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിച്ചവർ, അവർക്കും കൊടുക്കണം. കാരണം എന്താ? അവർ ഇസ്ലാമിനെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനുള്ള അവർക്കൊരു അവസരം കൊടുക്കണം. നമ്മളെ എന്താ അറിയാം, നമ്മളേറ്റ് ലോക്യം കൂടിയാൽ മാത്രം നമ്മൾ കൊടുക്കുകയല്ല. നമ്മളോട് ശത്രുത പുലർത്തുന്ന ആളുകൾക്ക് സക്കാത്തിൻ്റെ വഴി കൊടുക്കണം. അതാണ് മുഅല്ലഫത്ത് ഖുലൂബ്. വല്ലാണ്ട് മുഅല്ലഫത്ത് ഖുലൂബ് പറഞ്ഞ 2 വിഭാഗം. ഒന്ന്, ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും വന്നവരും അവർ കഷ്ടപ്പെടുന്നവർ. രണ്ടാമത്തെ ഇസ്ലാമിനോട് ശത്രുത ഉണ്ട്, വെറുപ്പുണ്ട്, അവർ ഇസ്ലാമിനെ കുറ്റം പറയുന്നവരാണ്. അവരേക്കും ഇസ്ലാമിനെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു അവസരം എന്നുള്ളതിലേക്ക് നമ്മൾ സക്കാത്തിൻ്റെ ഓഹരികൾ കൊടുക്കണം. അതാണ് മുഅല്ലഫത്ത് ഖുലൂബ് കേട്ടോ. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താ അറിയോ? മനസ്സ് ആകർഷിക്കപ്പെടും. അവർ ഇടഞ്ഞു നിൽക്കുന്നവരെ ഇണക്കുകയാണ്. മുഅല്ലഫത്ത് പറഞ്ഞാൽ ഇണക്കുകയാണ്. ഖുലൂബിനെ ഇണക്കുക, മനസ്സിനെ ഇണക്കുക. മുഅല്ലഫത്ത് ഖുലൂബ്, മനസ്സിനെ ഇണക്കുക. അപ്പം ഇടഞ്ഞു നിൽക്കുന്നവരാണ് ഓലെ ഇണക്കണം എന്തിലേക്ക്? ഇസ്ലാമിലേക്ക്. അതിനാ കേട്ടോ. ഇനിയോ പിന്നെ അടുത്തത് വഫിർ റിഖാബ്, അടിമത്ത മോചനം. അടിമകളായി കഴിയുക ഒരുപാട് ആളുകൾ ഇപ്പം ഇല്ല. ഇസ്ലാമിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളെ പണം കൊടുത്ത് മോചിപ്പിക്കുകയായിരുന്നു, അടിമകളായി കഴിയുന്നവരെ. പിന്നെ വൽ ഗാരിമീൻ അലൈഹ, കടം വന്നവർ. എങ്ങനെ കടം വന്നവർ? രോഗം കാരണത്താലോ അല്ലെങ്കിൽ ജീവിക്കാൻ കഷ്ടപ്പെട്ടിട്ട് കടം വന്നവർ. അല്ലാണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കടം വീട്ടാൻ കിടക്കണ്ട കേട്ടോ. പിന്നെ മോളെ കെട്ടിക്കാൻ സ്ത്രീധനം കൊടുത്തിട്ട് കടം വന്നവർക്ക് നിങ്ങൾ വീട്ടണ്ട. അന്ന് സക്കാത്തിൻ്റെ വരി കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇനി അങ്ങനെയുള്ളവരിപ്പോൾ മോളെ കെട്ടിക്കാൻ 50 പണ്ടം കൊടുത്തിട്ടുണ്ടാവും, അത് വേറെ വിഷയമാണ്. ഓല് സക്കാത്ത് കൊടുക്കണ്ടല്ല. ഈ 50 പവൻ്റെ പണ്ടുള്ളവനെ 10.5 പവൻ്റെ മേലെ ആഭരണമുള്ളവരൊക്കെ സക്കാത്ത് കൊടുക്കണം. 590 ഗ്രാം വെള്ളി കൈവശം, അതായത് ഇസ്ലാമിക നിയമപ്രകാരം 25,000 ഉറുപ്യ ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ പണത്തിന് നിസാബായി.
അതിന് ശമ്പളമാവാം, കച്ചവടമാവാം. അയാൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞാൽ 25,000 രൂപ ബാക്കിയുണ്ട്, സക്കാത്ത് കൊടുക്കണം നിർബന്ധമായി. ഇത് നമ്മൾ കറൻസിൻ്റെ കണക്കൂട്ടുണ്ട്. 590 ഗ്രാം വെള്ളിക്ക് ഒരു 25,000, 40,000. അപ്പോൾ പുതിയ റേറ്റാണ്. മൂപ്പര് ഇവിടെ ഉണ്ട് വെള്ളിൻ്റെ ആളെ. അപ്പോൾ ഇജ്ജ് എത്ര കൊടുക്കല്? എൻ്റെ അടുത്ത് 4-5 കിലോ അല്ലേ? എനിക്ക് കണക്ക് അറിയാതെ തിരിക്കുക. ഓൻ പറഞ്ഞു തന്നത് ഹയറാണ്. 40,000 റുപ്യ ഒരാളുടെ കൈവശം ഈ കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞ് ബാലൻസ് ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം കേട്ടോ. അപ്പം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി. ഇനി ആഭരണം, അത് വേറെ. ആഭരണം സ്വർണ്ണമാണ്, അതിന് 10.5 പവൻ ഉണ്ടായാൽ ഇവിടെ ഓരോ എത്തിയും കുട്ടികൾക്കും 50 പണ്ട എരന്നിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? ചിലവരെ പുരയിൽ ഏഴത്തിക്ക് 25 ഉണ്ട്. ചിലവർ 10 തേക്കൂല. എന്താ കാരണം? സക്കാത്ത് കൊടുക്കണ്ടല്ലോ. അപ്പോൾ 10.5 പവന് ഏഴത്തിക്ക് മൂത്ത മോക്ക് കൊടുത്ത് 10.5 പവന് അതിൻ്റെ ഇളയിന് കൊടുത്ത് 10.5 പവന് അതിൻ്റെ ഇളയിനും കൊടുത്തു. ഇപ്പം എത്ര പവനായി? ഇത് ഈ 31.5 പവന് അയാളുടെ 31.5 കൊടുക്കണം. 2.5%. നല്ല പവിത്രതേ അല്ലേ? അപ്പം നോമ്പ് വെക്കാൻ എളുപ്പം, അത്താഴം എണീക്കാൻ എളുപ്പമാണ്, പയക്ക് വെച്ച് ചോറ് വയ്ക്കാൻ എളുപ്പമാണ്. രാത്രി വേണമെങ്കിൽ അത് കുത്തുന്ന തഹജ്ജുദോ ഖിയാമുൽ ഇത്തിക്കാഫോ ഒക്കെ കുത്തിരിക്കുക. കാരണം അതിനൊക്കെ ലാഭമുണ്ട്. മുക്കാലങ്ങോട്ട് പെറുക്കി കൊടുക്കുമ്പോഴേ അപ്പം അറിയാം ഈമാൻ. അപ്പോൾ പരിശുദ്ധി, സാമ്പത്തികമായ വിശുദ്ധി നേടാതെ മരിക്കരുത്. വിശുദ്ധി നേടാതെ നിങ്ങൾ മരിച്ചാൽ പരലോകത്ത് നിങ്ങളുടെ വ്രതത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടും. എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോളൂ കേട്ടോ. ഇനിയോ ഇപ്പം നമ്മൾ ഇപ്പം എത്ര വിഭാഗം പറഞ്ഞു? 1 ഫുഖറ, ദരിദ്രന്മാർക്ക് കൊടുക്കണം. 2 മിസ്കിൻ, പാവങ്ങൾക്ക് കൊടുക്കണം. ഇനി ആർക്കാ കൊടുക്കേണ്ടത്? കഴിഞ്ഞ ഉടനെ തന്നെ ചോദിക്കേണ്ട കേട്ടോ. ഫക്കീറിന് കൊടുക്കണം, മിസ്കീന് കൊടുക്കണം, പിന്നെ കൊടുക്കേണ്ട ആരാ? മുഅല്ലഫത്ത് ഖുലൂബ്, പിന്നെ അതിൻ്റെ വേണ്ടി അധ്വാനിക്കുന്നത് ആമിലീനലയ്യ, ഒഫിർ ഇഖാബ് അടിമത്തം മോചനം, ഉൽ ഗാരിമീൻ കടമെന്നോല് ആരാ? രോഗം വന്നു, ബുദ്ധിമുട്ടി, വീട് വരെ വിൽക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു, ഓനക്കൊക്കെ തിരിച്ചെടുക്കാനുള്ള സമ്പത്ത് കൊടുക്കണം. അതാ സക്കാത്ത്. അങ്ങനെ ഉണ്ടാവും? മറക്കും നമ്മളെ? ഇല്ല. ഇപ്പം ആളുകൾ ദീനിൽ വരെ കൂടുന്ന അങ്ങനെയാണല്ലോ. ഇജ്ജ് എന്തിലാ? ഞാൻ കേരളമില്ല. എന്താ കാരണം? ഓലാണ് എനിക്ക് കക്കൂസ് ഉണ്ടായി തന്നാണ്. ഇജിപ്പം എന്തിലാ? ഞാൻ ഇഷ്ടത്തിൽ കഷ്ടപ്പെടുകയാണ്. ഓലാണ് എനിക്ക് പുരണ്ടായി തന്നത്. അനക്കെന്തോ കിട്ടുമ്പം മുസ്ലിമാവിലല്ല, അന്നെ വേറെ സൃഷ്ടിക്കുമല്ല കേട്ടോ. ചിലർക്കൊന്നും ദീനുണ്ടാവില്ല, ആദർശം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും കിട്ടിയ ഓല വയ്യാലെ താറാവിൻ്റെ മാതിരി പോവും അല്ലേ? താറാവ് ഒരു മുന്നിലെ താറാവ് ബാക്ക് എന്ന് പറയും. ഇംഗ്ലീഷിൽ മൂപ്പര വർത്താനം പറയാം, ബാക്ക്. ബയ്യുള്ളൊക്കെ അങ്ങനെ ബയ്യല പോവും. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾക്കൊരു ആദർശം വേണ്ടേ? എനിക്ക് പുരണ്ടായി തന്നു, അതുകൊണ്ട് ഞാൻ ഓല കൂടെ. ക്രിസ്ത്യാനികൾ അങ്ങനെ ഓല് മരുന്നും മുക്കിടിയും കൊണ്ടുപോയി കൊടുക്കല. അങ്ങനെ ഒരു മെല്ലെ മതം മാറ്റും. മതം മാറൂലത്, മാറുമോ? അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ അള്ളാൻ്റെ പ്രീതിക്ക് വേണ്ടി കൊടുക്കണം സക്കാത്ത്. അല്ലാണ്ട് ആരെയും നിങ്ങളെ സംഘടനയിൽ നിൽക്കാനല്ല കേട്ടോ. ആരെങ്കിലും കുറച്ചാൾക്കാരെ സംഘടന കിട്ടാൻ വേണ്ടിയുള്ള പണിയല്ല സക്കാത്ത് കേട്ടോ. പോട്ടെ. അപ്പം എന്തായിരുന്നാലും ഖാരിമീൻ അലൈഹ, കടം വന്ന് കുടുങ്ങി ജീവിക്കാൻ വകല്ലാണ് കുടുങ്ങിയതാട്ടോ. അല്ലാണ്ട് മോളെ കെട്ടിക്കാൻ, പുരണ്ടാക്കാൻ ബാങ്കിൽ പണയം വെച്ച് ലോൺ എടുത്ത് എന്നിട്ട് കടാണ് എന്നുകൊണ്ട് നിങ്ങളെ കമ്മിറ്റിക്ക് കത്ത് തന്നാണ്ടല്ലോ, അപ്പം തന്നെ കീറിക്കാണ്ടി കേട്ടോ. അത് കൊടുത്തോലിപ്പം വിചാരിക്കുന്നുണ്ടാവും ഇന്നിപ്പോൾ കിട്ടിയാൽ നല്ല ഫത്വേ കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുത്ത ഫത്വല്ല, അല്ല കൊടുത്ത ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച റസൂലുള്ള കേട്ടോ. ഇനി വഫീ സബീലില്ല, അള്ളാൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ എല്ലാം പെടും. ആദ്യം പെടുകാരോ? യുദ്ധം. ഇപ്പം ഗാസ നമ്മളെ മസ്ജിദുൽ അക്സക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ലേ, അതിനൊക്കെ സക്കാത്തിൻ്റെ ഓഹരി പോകാം കേട്ടോ. അതാ. പിന്നെ ഫീസബീല്ല പറഞ്ഞാൽ എല്ലാത്തിനും വ്യാഖ്യാനിക്കുക. പള്ളിക്ക് കൊടുത്ത ഫീസബീല്ലല്ലേ ആണ്, മദ്രസക്ക് കൊടുത്ത ഫീസബീല്ലല്ലേ, കാണുന്നൊക്കെ ഫീസബീല്ലാണ്. പക്ഷെ ഫീസബീലിൻ്റെ റസൂലുള്ള ജീവിച്ച നാളിൽ ജിഹാദിൻ്റെ മാർഗത്തിനാണ്. ഓക്കെ. പിന്നെ ഒബിൻ സബീൽ, വഴിയാത്രക്കാരൻ. നാട്ടിൽ പൈസ ഉള്ളവനാണ്, ഇവിടെ വന്ന് കുടുങ്ങി ഇന്ത്യയിൽ വന്നിട്ട്. അപ്പോൾ ഓനെന്ത് ചെയ്യാം? അവിടെ എത്തിക്കാനുള്ള പൈസയും ഓനക്ക് വേണ്ട എല്ലാ ടിക്കറ്റും ഒക്കെ എടുത്തു കൊടുക്കുക. കാരണം ചിലർക്കൊപ്പം എല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലേ യാത്രയിൽ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കും. അപ്പം അത്തരം സാഹചര്യത്തിൽ ഓനക്കും എന്ത് ചെയ്യുക? സക്കാത്തിൻ്റെ ഒരു ഓഹരി ഉണ്ട്. അങ്ങനെ 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അതല്ലാത്ത ആളുകൾക്ക് സക്കാത്തില്ല. പോട്ടെ, ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ കടക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. സക്കാത്തും സ്വർണത്തിനും വെള്ളിക്കും ഇപ്പം നമ്മൾ പറഞ്ഞത് പൈസ ആണോ കറൻസി ആണോ? 25,000 40
40,000 റുപ്യ ഞങ്ങളെടുത്ത് കൊല്ലത്തിൽ ബാലൻസ് ഉണ്ടോ, എല്ലാവരും സക്കാത്ത് കൊടുത്തില്ലേയും കുടുങ്ങും കേട്ടോ. എന്താ കൊടുക്കാണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത് കേട്ടോളികൾ. ഖുർആൻ പറയാ സക്കാത്ത് കൊടുക്കാത്തോല് വല്ലദീന യക്നിദൂന ദഹബ വൽ ഫില്ല, സ്വർണവും വെള്ളിയും സംഭരിച്ചു, വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാ, അതിന് സക്കാത്ത് കൊടുത്തില്ല. എന്നാലും ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചാൽ. മരിക്കേണ്ട മുമ്പ് തന്നെ ഇത് വാങ്ങാനാണ് അങ്ങോട്ട് വരുന്നത്. മരിക്കുമ്പോൾ തന്നെ ആലോചിക്കുക. ഇപ്പം എന്തൊക്കെയാണ് റസൂലിൻ്റെ കാലത്ത് നാണയം കറൻസിയൊക്കെ വെള്ളിയാണ്, ഒന്ന് സ്വർണ്ണമാണ്. അപ്പം സ്വർണം നമ്മൾ ആഭരണമായിട്ട് കാണുന്നു, മറ്റത് നമ്മൾ കറൻസിയിലേക്ക് വിടുന്നു. അപ്പോൾ കറൻസിയിലേക്ക് വിട്ടാൽ 40,000 ഉറുപ്പ്യണ്ടേ കൊടുക്കുക. 10.5 പവൻ സ്വർണ്ണം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. മരുവളുടെതാണ് മരുവൻ്റെതാണെന്നും പറഞ്ഞ് നടക്കണ്ട കേട്ടോ, ഒക്കെ കൊടുത്താൽ വേണ്ടി. അല്ലെങ്കിൽ എന്താവും, യൗമ യുഹ്മ അലൈഹ ഫീ നാരി ജഹന്നം, നീ സക്കാത്ത് കൊടുക്കാത്ത മുതൽ അള്ളാഹു പ്രത്യേകം നരകാഗ്നി കൊണ്ട് ചൂടാക്കുകയും ഫതുക്വാ ബിഹാ ജിബാഹും ജുനൂബുഹും ലുഹൂറും, അവൻ്റെ ശരീരം മുഴുവനും അതുകൊണ്ട് പൊള്ളിക്കും കേട്ടോ. എന്നിട്ട് പൊള്ളിക്കുമ്പോൾ അള്ളാഹ് പറയും ഹാദാമാ കനസ്തും ലി അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ച ശിക്ഷ ഇത്. സക്കാത്ത് കൊടുക്കാത്ത മുതലുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ച ഇത്. ഇപ്പൊ സക്കാത്ത് കൊടുക്കാത്ത എത്ര ഉണ്ടാവും ഇതിൻ്റെ അകത്ത് ഒത്തിരിക്കുന്നു അല്ലേ? 40,000 റുപ്യൻ്റെ ചിലപ്പോൾ പേഴ്സിലുണ്ടാവും 40,000 അല്ലേ, ബാങ്കിലുണ്ടാവും 40 ലക്ഷം. അത് പിന്നെന്താ അറിയോ, മരിക്കോളം ജീവിക്കേണ്ട മൗലവി അതിന് വേണ്ടി എടുത്തു വെച്ചാണ്. എൻ്റെ ഒരു ഒറ്റ നിമിഷം കൊണ്ട്, നിങ്ങൾ കണ്ടില്ലേ അള്ളാൻ്റെ ഒരു നിമിഷം കൊണ്ട് അള്ളാഹു എന്തു കത്തിച്ച് ചാമ്പലാക്കും അല്ലേ? എത്രത്തെ കടകൾ അല്ലേ? രാവിലെ ഒന്നുമില്ലേ, എന്താ നമ്മൾ പറഞ്ഞത്, സർക്യൂട്ട് അല്ലേ, കറണ്ട്, നേരം വെളുക്കും കത്തിത്തീർന്നു. അപ്പോഴോ നലിയും വിളിയും കൂട്ടുകയാണ്. അപ്പോഴാണ് പള്ളിയിൽ കയറൽ, നിസ്കരിക്കൽ, നോമ്പുൽക്കൽ, എൻ്റെ റബ്ബെ സക്കാത്തിൻ്റെ പൈസ കിടക്കലൊക്കെ പോരാ. അപ്പം ഇവിടുത്തെ വിഷയം അതല്ല, കൊടുക്കാണ്ട പിരിയണ്ട, ബുദ്ധിമുട്ടും. ഹാദാമാ കനസ്തും ലി അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചുണ്ടാക്കിയതാ ഈ ശിക്ഷ കേട്ടോ. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ച ശിക്ഷ ആസ്വദിച്ചോളൂ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്ത് തൗബയിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ സൂറത്ത് തൗബയിലെ 34-35 ആയത്താ ഓതിയത് കേട്ടോ. ഇനി അതുപോലെ തന്നെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഉടമ റസൂൽ പറയാം, മാമിൻ സാഹിബിൻ ദഹബിൻ വലാ ഫില്ല, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഉടമ ലാ യുഅദ്ദി മിൻഹാ ഹഖ്ഖഹ, അതിലെ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ ഇല്ലാ കാന ലഹു യൗമൽ ഖിയാമത്തി സുഫിയത്ത് ലഹു സഫായിഹ മിൻ നാർ, നരകത്തിൻ്റെ ഇരുമ്പിൻ്റെ തകിട് പോലാക്കും സക്കാത്ത് കൊടുക്കാത്ത മുതൽ. എന്നിട്ട് ശരീരം മുഴുവൻ പൊള്ളിക്കും. അപ്പോഴാണ് പടച്ചോനെ കൊടുക്കായിരുന്നു, എന്തിനാ ഞാൻ പിശിക്കിയത്, ഇനി ഒരു ലാഭമില്ല, പിശിക്കിയതിന് ഒരു ലാഭമില്ല. കൊടുത്താൽ കൊടുക്കേണ്ടത് ആർക്കാ, നമ്മൾ ഇപ്പോൾ 8 വിഭാഗം ആളുകൾ പറഞ്ഞില്ലേ, ഓരോക്കെ ജീവിതത്തിൻ്റെ ആനന്ദവും ആഹ്ലാദവും അവരും ആസ്വദിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ നിലക്കും ആത്മീയവും ആന്തരികവും സാമ്പത്തികവുമായ വിശുദ്ധി നേടിക്കൊണ്ട് ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ടവരായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തിയും ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ധരിക്കുന്ന ആഭരണം അത്, അങ്ങനെയുണ്ട് ചില പെണ്ണുങ്ങൾ പറയല്, ഞാൻ ഇട്ടുകൊണ്ട് കിടക്കുന്ന ആഭരണം, അങ്ങക്ക് ഇട്ടുകൊണ്ട് കിടക്കാം, 10 ഉണ്ടോ വെക്കാത്തൊട്ടൊന്ന് ഇടുമല്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ചു, കുൻതു അൽബസു ഔലാഹം മിൻ ദഹബ്, അള്ളാഹിൻ്റെ റസൂലെ, ഞാൻ അണിയുന്ന ആഭരണങ്ങളാണ്, അങ്ങനെ ഞാൻ അണിയുന്ന ആഭരണം ഔലാഹുകളാണ്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, ആ കൻസുൻ ഹുവ, ഇത് കെൻസാവുമോ? കെൻസ് പറഞ്ഞാൽ സൂക്ഷിച്ചു വെച്ച മുതലാവുമോ? എൻ്റെ ഈ അണിയുന്ന ആഭരണം കെൻസാവുമോ, നിധികുമ്പായി പോവോ? കാല, നബി പറഞ്ഞു, മാ ബലഗാൻ തുഅദ്ദി സക്കാത്ത്, അതിൻ്റെ സക്കാത്തിൻ്റെ നിസാബ് അഥവാ 10 പവൻ എൻ്റെ ആഭരണം ഉണ്ടെങ്കിൽ, ഫസുക്കിയ, നീ സക്കാത്ത് കൊടുക്കപ്പെടുകയും ചെയ്തുമെങ്കിൽ, ഫലൈസ ബി കെൻസ്, അത് നീ മരിക്കുമ്പോൾ എനിക്ക് കെൻസല്ല, നിനക്ക് ഭാരാവില്ല, അത് സർപ്പമായി മാറൂല. മനസ്സിലായോ എന്താ പറഞ്ഞത്? അതിൻ്റെ നിസാബ് ഉണ്ടാവണം, 10 പവൻ തികയുകയും മുതലേ
അണിയുന്ന ആഭരണാണ്ടല്ലേ അതിന് കൊടുക്കണം സക്കാത്ത് കേട്ടോ. അപ്പോൾ ആ നിലക്ക് എല്ലാ നിലക്കുള്ള സക്കാത്തോ കൃത്യമായിട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ഇനി പരിശുദ്ധ റമദാനിൽ നമ്മൾ മറ്റൊരു സക്കാത്ത് കൂടി കൊടുക്കാറുണ്ട് അല്ലേ? അതെന്താ ഫിത്ർ സക്കാത്ത് അല്ലേ? റമദാനിൽ അതും കൊടുക്കും. എന്തുകൊണ്ടാണ്? എല്ലാ നിലക്കുള്ള സമ്പൂർണമായ വിശുദ്ധിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം സാമ്പത്തികമായി ആത്മീയമായി എല്ലാ അർത്ഥത്തിലുമുള്ള വിശുദ്ധി നമുക്ക് വേണം. റസൂല്ല പറയുന്നു, ഫറല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖത്തൽ ഫിത്ർ. ഫിത്ർ പറഞ്ഞത് അർത്ഥം, ഫിത്ർ എന്നുള്ളതിന് അറബി വാക്കിൻ്റെ അർത്ഥം അറിയില്ല. ഫിത്ർ ഇഫ്താർ, നോമ്പുകാർക്ക് എന്താ പറയുക? ഫിത്ർ അല്ല പറയുക, ഇഫ്താർ എന്നല്ല പറയുക. അപ്പോൾ സക്കാത്തുൽ ഫിത്ർ പറയുമ്പോഴോ നോമ്പ് മുറിക്കുന്ന ദിവസത്തെ സക്കാത്ത്, അതാണ് ഫിത്ർ സക്കാത്ത്. ആ ഫിത്ർ എന്നുള്ള വാക്ക് അതിനുണ്ടായതാണ്. സക്കാത്ത് വേറെ, ഫിത്ർ സക്കാത്ത് പറയുമ്പോൾ നോമ്പ് മുറിച്ചു, ഇനി നോമ്പില്ല, നാളെ പെരുന്നാളാണ്. ആ നോമ്പ് മുറിക്കുന്ന ദിവസത്തേക്ക് ഫർള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖത്തുൽ ഫിത്ർ. അതിനാ തുഹറത്തൻ ലിസായിം, നോമ്പുകാരനിൽ നിന്ന് വന്ന വീഴ്ച ശുദ്ധീകരിക്കാൻ. നോമ്പുകാരന് വന്നു പോകുന്ന ചില വീഴ്ചകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നോക്കാൻ പാടില്ല നോക്കിയിട്ടുണ്ടാവും, കേൾക്കാൻ പാടില്ലാത്ത കേട്ടിട്ടുണ്ടാവും, പറയാൻ പാടില്ലാത്ത പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും. ഇതൊന്നും പാടില്ലല്ലോ. അപ്പം അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാം. അതിന് ഒരു വിശുദ്ധിയാകാൻ വേണ്ടിയാണ് ഫിത്ർ സക്കാത്ത്. തുഹറത്തൻ ലിസായിം, എന്തിൽ നിന്ന്? മിനൽ ലഹവി, അനാവശ്യങ്ങളിൽ നിന്നും, വർ റഫസി, അശ്ലീലം, മോശമായ വാക്ക്. ചിലവർ ദേഷ്യം പിടിച്ചാലേ നമ്മളിപ്പോൾ അറിയാണ്ട് തന്നെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അശ്ലീലം നിങ്ങൾ നോമ്പിന് നോക്കും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളെ മുമ്പിൽ ഒരു വാഹനമുണ്ട്, നിങ്ങൾ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓനോ എത്ര ശ്രമിച്ചിട്ടും ഓന് നമുക്ക് വഴി തരുന്നില്ല. അപ്പോൾ നോമ്പ് പറ്റുമെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഈ നായിൻ്റെ മോൻ എങ്ങോട്ടാ പോകണമെന്ന് ചോദിക്കും. അറിയാണ്ട് പറഞ്ഞു പോകും അല്ലേ? നാവുണ്ടെങ്കിലും ചിലപ്പോൾ മനസ്സുണ്ടെങ്കിലും. അപ്പം റഫസായില്ലേ? ഓനോൻ്റെ ഉമ്മക്ക് വായു ഗുളികയാകാൻ പോവുക എന്നൊക്കെ പറയാം. നന്നാക്കി പറഞ്ഞ പോലെ അങ്ങനെ പറയാം, ഉമ്മക്ക് വായു ഗുളികയാകാൻ പോവുകയെന്ന്. ഇപ്പം എന്തു വന്ന്? നോമ്പുണ്ട്, അപ്പോൾ റഫസ് വന്നു, അനാവശ്യം. പിന്നെ അങ്ങനെയുള്ളതിനൊക്കെയുള്ള ശുദ്ധീകരണമാണ് എന്ത്? ഫിത്ർ സക്കാത്ത്. ഇനി ഫിത്ർ സക്കാത്തും വാങ്ങാൻ നടക്കണ്ട, അതും കൊടുക്കേണ്ടതാണ് കേട്ടോ. നിങ്ങൾ വാങ്ങിക്കോളി, കൊടുത്തോളി, രണ്ടും ചെയ്യാം കേട്ടോ. ഒലുഹിയത്ത് പോലെ തന്നെ ഒലുഹിയത്ത് കൊടുക്കുകയും ചെയ്യുക, വാങ്ങുകയും ചെയ്യാം. എന്താ കാരണം? ആ മാംസത്തിന് പ്രത്യേകത ഉണ്ട്, ഈ അരിക്കും പ്രത്യേകത ഉണ്ട്. അപ്പം എന്തായാലും നോക്കാം. വത്തുഉമത്തൻ ലിൽ മസാക്കീൻ, ആ പെരുന്നാൾ ദിവസം പാവങ്ങളായ ആളുകൾക്ക് ഒരാളും പട്ടിണി കിടക്കാത്തവർക്കുള്ള ഭക്ഷണം അവർക്ക് ഉണ്ടാവണം, അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ ഫമൻ അദ്ദാഹ ഖബല സലാത്ത്, പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് അത് കൊടുക്കണം. ഒരു 2-3 ദിവസം മുമ്പ് കൊടുക്കുക. മാസം കാണേണ്ട ആവശ്യമില്ല. മുമ്പ് മാസം കാണുമ്പോഴാണ് സഞ്ചി എടുത്ത് പായൽ. അതൊക്കെ ഇല്ലാണ്ടാക്കിയത് ആരാന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇസ്ലാം എന്താന്ന് പഠിപ്പിച്ചു മിമ്പറിൽ നിന്ന്. പല സമ്മേളനങ്ങളും ക്യാമ്പുകളും ഒക്കെ വെച്ചിട്ട് ആളുകളെ പഠിപ്പിച്ചു. അങ്ങനെയാണ് എന്തുണ്ടായത്? മറ്റേ മാസം കണ്ട ഉടനെ സഞ്ചി എടുത്തിട്ട് ഉമ്മ പറഞ്ഞേക്കും 3-4 മക്കളെ എല്ലാം പായ ചെയ്യുക അല്ലേ? അങ്ങനെ പാഞ്ഞോലായിരിക്കും ഞാനും നിങ്ങളൊക്കെ. ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് ഇത് അറിയില്ല, മാസം കണ്ടതും അറിയില്ല, ഓല് ഫിത്ർ സക്കാത്ത് ഓൽക്ക് അറിയില്ല. കാരണം ഓല് 24 മണിക്കൂറും സോഫൻ്റെ മുകളിൽ മൊബൈലിട്ട് കുത്തിയിരിക്കുക. അതാണോ ഓലെ പെരുന്നാളും, അതാണോ ഓലെ ഫിത്ർ സക്കാത്തും, അതാണോ ഓലെ സക്കാത്തും, അതാണോ ഓലെ നിസ്കാരവും. ഇപ്പോൾ കുറച്ച് പെൺകുട്ടികളുണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഇത്തിക്കാഫിന് ഒന്നിരിക്കും. ഉണ്ട് എന്താ അപ്പം അതിനൊക്കെ പറയുക? എന്തിനാ അറിയോ? ദീനുണ്ടെന്ന് വരുത്തണല്ലോ. അപ്പോൾ കല്യാണം കഴിക്കേണ്ട ടൈമായാൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങുക. ഇത്തിക്കാഫിനാ കുത്തിയിരിക്കുന്നത്. ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞാൽ ഏറിപ്പോവും കേട്ടോ. ഏതായിരുന്നാലും തുഹറത്തൽ ലിസായിം, നോമ്പുകാരന് ശുദ്ധി വരുത്താൻ, മിനൽ ലഹ്വി, അനാവശ്യങ്ങളിൽ നിന്നും, വർ റഫസി, അശ്ലീലങ്ങളിൽ നിന്ന്, തുഅമത്തൽ മസാക്കിൻ, പാവപ്പെട്ടവൻക്കുള്ള ഭക്ഷണം. ഫമൻ അദ്ദാഹ ഖബല സലാത്ത്, പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും നിർവഹിച്ചാൽ ഫഹിയ സക്കാത്തുൻ മഖ്ബൂല, അത് അള്ളാഹ് സ്വീകരിക്കുന്ന സക്കാത്താണ്. പെരുന്നാളിൻ്റെ മുമ്പിട്ടോ. ഒമൻ അദ്ദാഹ ബഅദ സലാത്ത്, ആ ഫിത്ർ സക്കാത്ത് ആരെയും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് കൊടുത്താലോ ഫഹിയ സദഖത്തു മിന സദഖാത്ത്, കേവലം ഒരു സദക്ക മാത്രമേ ആവുള്ളൂ, സക്കാത്തുൽ ഫിത്ർ ആവില്ല കേട്ടോ. ഏതായിരുന്നാലും എല്ലാ നിലക്കും വിശുദ്ധരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചു പോകുമ്പോൾ റബ്ബിൻ്റെ തൃപ്തിയോടുകൂടി മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അള്ളാഹു സ്വർഗ്ഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാൻ നമ്മളിൽ നിന്ന് വന്നുപോയ വിവരക്കുറവ് കൊണ്ടോ മറവി കൊണ്ടോ
അല്ലെങ്കിൽ ധിക്കാരം കൊണ്ടൊക്കെ വന്നുപോയ ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം മാപ്പാക്കി തരുന്ന മുത്തഖീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഈ പെരുന്നാൾ നാളുകളിൽ നമ്മുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാതെ വാർദ്ധക്യത്തിൽ കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു മനസ്സമാധാനവും സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം ഇതുവരെയുള്ള എല്ലാ ഇബാദത്തുകളും റഹ്മാനായ തമ്പുരാൻ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ എല്ലാ കുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പായി തരുമാറാകട്ടെ. റബ്ബ് മാപ്പാക്കാത്ത ധിക്കാരികളിലും പാപികളിലും പെടാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ഇനിയുള്ള രാപ്പകലുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അതരങ്ങളിൽ നിന്ന് ആ പ്രാർത്ഥനകൾ ഉയരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സഹോദരന്മാരായ ഖുദ്സിൻ്റെ മക്കൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകി അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെയും അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയ എല്ലാ സന്തോഷവും അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാം കച്ചവടത്തിലും വ്യവഹാരങ്ങളിലും നിത്യവൃത്തികളിലും ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.